കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിച്ചില്ലെങ്കിലും കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ നമ്മൾ പ്രതികരിക്കണ്ടേ? നമ്മളിപ്പോൾ കാര്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജുംബ ഡാൻസ് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം മത നേതാക്കൾ നടത്തിയ പ്രസ്താവന. പ്രശ്നം എന്താണ്? അവർ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ അല്പവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് ഈ ഡാൻസ് ചെയ്യുന്നു. അതാണ് പ്രശ്നം. അത് നമുക്ക് എഗൻസ്റ്റ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് സ്പെല്ലിംഗ് ഇട്ടിട്ടാണ് ഇത് അടിച്ചു നോക്കിയത്? പിന്നെ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ യൂണിഫോം മാറ്റി ചെറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ ഡാൻസ് ചെയ്യും എന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള സമ്മർദ്ദത്തിന് ഒരയവ് വരുത്താൻ, ലഹരിയിലേക്ക് അവരൊരു സുഖം കണ്ടെത്തുമ്പോൾ അതിൽ നിന്നും അവരെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത, ഒരുപാട് ആലോചിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പദ്ധതിയാണിത്. അതിന് ഒരുപാട് അധ്യാപകർക്ക് നമ്മൾ പരിശീലനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അതിനെ എതിർക്കും. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എതിർക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കുറച്ച് നാൾ മുൻപ് കുറച്ച് മെച്ചുവർഡായ ആളുകളിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നതിനെ മതവുമായി കൂട്ടിക്കലർത്തി അതിനെ നിർത്തിക്കാനായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. വീട്ടിൽ പ്രസവിക്കുന്നതിനെ നമ്മൾ അനുകൂലിക്കുകയും അറ്റ് ദ സെയിം ടൈം നമ്മളൊരു പ്രതിരോധ കുത്തിവെപ്പിനെ എഗൻസ്റ്റ് ആയിട്ട് പറയുകയും ചെയ്യും. എന്ത് പുരോഗമനപരമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവന്നാലും ഞങ്ങൾ ആദ്യം അതിനെ എതിർക്കും. ഇനിയിപ്പോൾ എതിർത്താൽ മാത്രമാണ് ഞങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കുക എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. എന്ത് തന്നെയായാലും ആദ്യം ഞങ്ങൾ അതിനൊന്ന് എതിർക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു അവസ്ഥ. പക്ഷേ നിങ്ങളുടെ ഈ ഒരു പേടിപ്പിക്കലിൽ അല്ലെങ്കിൽ ഈ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് അവരവരുടെ കഴിവുകൾ പുറത്തെടുക്കാതെ പോയ ഒരു തലമുറ ഇവിടെയുണ്ട്. അവരിൽ നിന്നും വന്ന അടുത്ത തലമുറ അവര് അത്രയും എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ്. അവർ പുസ്തകത്തിൽ വായിക്കുക മാത്രമല്ല സെക്യുലറിസം ചെയ്യുന്നത്, ജീവിതത്തിൽ പകർത്തുകൂടി ചെയ്യുന്നുണ്ട്. ജാതിയെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യനാണ് ഏറ്റവും വലുത്, പരസ്പരം സ്നേഹിക്കേണ്ടത് മനുഷ്യനാണ്. അല്ലാതെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കാണുമ്പോഴേക്കും അതിനെ മറ്റൊരർത്ഥത്തിൽ കാണുകയല്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കുണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് ഇവരെ പോലുള്ളവര് കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്? പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പോഴും ഒരു പുതിയ കാര്യത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിനെ എതിർക്കും എന്ന് പറയുന്നതിലെ യുക്തിയാണ് നമുക്ക് മനസ്സിലാവാത്തത്. പ്രായമായവര് ശരി അതിൻ്റെ ഒരു ബേസിൽ പറയുന്നു. പക്ഷെ കുറച്ച് യങ്സ്റ്റേഴ്സും ഇതിനെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഒരുപാടങ്ങ് സന്തോഷിക്കരുത്. കാരണം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത്. 3/4 കുട്ടികളും സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവരും കൂടെയുള്ളവരെ മനുഷ്യരായിട്ട് മാത്രം കാണാൻ പഠിക്കുന്നവരൊക്കെയാണ്. Let light shine out of darkness.